ടു മൈ ചാനൽ ചിന്നൂസ് ഓൺലൈൻ ലേണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ന്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 4th ലെസൺ ആയ സ്പെൻഡ് കെയർഫുള്ളി എന്ന പാഠം നമ്മുടെ അടുത്ത് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി പുതിയ പാഠത്തിലേക്കാണ് പോകേണ്ടത്. അവർ ന്യൂ ലെസൺ യൂണിവേഴ്സ് എ ഗ്രേറ്റ് വണ്ടർ, അതായത് ലെസൺ 5th ചാപ്റ്റർ ആണ്. യൂണിവേഴ്സിനെ കുറിച്ചാണ് നമ്മളതിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നിനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. എക്സാമിങ് ദിസ് പിക്ചേഴ്സ്. What we can see in this pictures, that is the clear night with the moon amidst the twinkling stars. ആ ആൺകുട്ടിയും പെൺകുട്ടിയും ആകാശത്തേക്ക് നോക്കിയിട്ട് സ്റ്റാർസിനെയും മൂണിനെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. These night scenes have generated curiosity and anxiety in mankind since ancient times. പഴയ കാലത്തെ ആൾക്കാർക്കും അതായത് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്കായാലും എന്താണ് മൂൺ അല്ലെങ്കിൽ ഈ സ്റ്റാർസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇവർ നല്ലോണം തിളങ്ങുന്നത് എന്നുള്ള ഡൗട്ടുകൾ എല്ലാവരുടെ മനസ്സിലും കാണുമായിരുന്നു. പിന്നെ നൈറ്റ് സീൻസ് നല്ല ഭംഗിയുള്ളതാണ്. ആ ബ്ലാക്ക് കളറിൽ വൈറ്റ് കളേഴ്സ് ഇങ്ങനെ സ്റ്റാർസും മൂണൊക്കെ ഇങ്ങനെ മിന്നിത്തിളങ്ങുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് എല്ലാവർക്കും തോന്നാം. Are the stars far off? Are there only the sun, the moon and the stars in the sky? ആകാശത്ത് നമുക്ക് സണ്ണിനെയും മൂണിനെയും സ്റ്റാർസിനെയും മാത്രമാണോ കാണാൻ സാധിക്കുക? No. How many such doubts had sprouted in the minds of human beings since then? We will have so many doubts about the solar system. And aren't you interested to know about the night scenes? This lesson takes you to these wonders. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. സോളാർ സിസ്റ്റത്തെ കുറിച്ചും സോളാർ സിസ്റ്റത്തിൻ്റെ ഓരോ മെമ്പേഴ്സിനെ കുറിച്ചും സ്റ്റാർസ് എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുന്നതിനെ കുറിച്ചും അതുപോലെ മറ്റു കാര്യങ്ങളെ കുറിച്ചും എന്തുകൊണ്ട് അവർ നല്ലോണം തിളങ്ങുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുക. Aren't you the member of a family? യെസ്, നമ്മളൊരു ഫാമിലിയിലെ അംഗമാണെന്ന് നമ്മൾ പഠിച്ചു. ജസ്റ്റ് ലൈക്ക് യു, ദ എർത്ത് ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് എ ഫാമിലി. നമ്മളെല്ലാവരും ഓരോ ഫാമിലിയിലെ മെമ്പർ എന്ന പോലെ എർത്ത്, അതായത് എർത്ത് ഈസ് അവർ പ്ലാനറ്റ്, നമ്മൾ താമസിക്കുന്ന പ്ലാനറ്റ്. നമ്മളൊരു ഫാമിലിയിലെ അംഗം എന്നുള്ള പോലെ തന്നെ എർത്തും ഒരു ഫാമിലിയിലെ അംഗമാണ്. വിച്ച് ഈസ് ദ ഫാമിലി? യെസ്, സോളർ സിസ്റ്റം. So the earth is a member of the solar system. Earth solar system എന്ന് പറയുന്ന ഒരു ഫാമിലിയിലത്തെ ഒരു അംഗമാണ്. സോളർ സിസ്റ്റം എന്ന ഫാമിലിയിൽ കുറേ അംഗങ്ങളുണ്ട്. There are so many members in the solar system. Earth is one in that family. Solar system is a family in which the earth is a member. സോളർ സിസ്റ്റത്തിലാണ് എർത്ത് ഒരു അംഗമായിരിക്കുന്നത്. ആ ഫാമിലിയിലെ ഒരു അംഗമാണ് എർത്ത്. Then we are now going to learn about solar system, and there is a diagram is given below about the solar system. We should observe it. Observe these pictures of solar system. What we can see in the center of this family solar system? Yes, sun. ഇവിടെ പകുതി പിക്ചർ കൊടുത്തിട്ടുള്ളപ്പോൾ നമുക്ക് സെന്റർ സണ്ണാന്ന് നമുക്ക് തോന്നിന്ന് വരില്ല. ഫുള്ളായിട്ട് അതായത് പകുതി പിക്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ദീസ് ആർ ദ പ്ലാനറ്റ്സ് സീൻ ഇൻ ദ സോളർ സിസ്റ്റം. സൺ ഈസ് എ സ്റ്റാർ. ഇവിടെ പിക്ചറിന്റെ പകുതി ഭാഗം കൊടുത്തിട്ടുള്ളത്. സണ്ണിന് ചുറ്റും നമുക്ക് 8 ഓർബിറ്റ്സ്, വി ക്യാൻ സീ 8 ഓർബിറ്റ്സ് അറൌണ്ട് ദ സൺ ആൻഡ് 8 പ്ലാനറ്റ്സ് ഓൾസോ. ദിസ് 8 പ്ലാനറ്റ് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. ഇവർക്ക് ഓരോരുത്തർക്കും ടൈം ഉണ്ട് സണ്ണിന്റെ അടുത്ത് എത്താനും. അങ്ങനെ ടൈമുകളൊക്കെ ഉണ്ട് ഇവർക്ക്. ഇപ്പോൾ മൂണിന്
എർത്തിന്റെ ചുറ്റും കറങ്ങാനായിട്ട് 27 ഡേയ്സ്. അതേപോലെ തന്നെ എർത്തിന് 365 1/4 ഡേയ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഓരോ പ്ലാനറ്റ്സിനും ഉണ്ട്. ആ ഓർബിറ്റോട് കൂടിയാണ് അവർ കറങ്ങുക. ഇപ്പോൾ ഇവിടെ പകുതി പിക്ചർ കൊടുത്തിട്ടുള്ളൂ, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫുൾ പിക്ചർ. So we have learned that sun is a star near to our planet Earth. എർത്തിന്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു സ്റ്റാർ, ഒരു നക്ഷത്രമാണ് സൺ. Stars are giant celestial bodies that burn by themselves. What is a star? സ്റ്റാർ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. അത് സ്വയം കത്തിജ്വലിക്കുന്നത്. ഇപ്പോൾ സണ്ണ് ആരുടെയും ലൈറ്റ് സ്വീകരിക്കുന്നില്ല. They don't receive any light or heat from others. They emit heat and light in large quantities. Okay, so stars എന്ന് പറയുന്നത് ഒരു വലിയ സെലസ്റ്റിയൽ ബോഡിയാണ്. അവർ സ്വയം കത്തിജ്വലിക്കും. അവരുടേതായിട്ടുള്ള ചൂടും അതേപോലെ തന്നെ അവരുടേതായിട്ട് വെളിച്ചവും അവർക്കുണ്ട്. അവർ ആരുടെയും അത് സ്വീകരിക്കുന്നില്ല. നമുക്ക് സോളർ സിസ്റ്റത്തിൽ കാണുന്ന എല്ലാ സ്റ്റാർസും അല്ലെങ്കിൽ എല്ലാ പ്ലാനറ്റ്സ് നമ്മൾ കാണുന്നുണ്ട്. അതിനൊന്നും എല്ലാത്തിനും എന്നില്ല ലൈറ്റോ ഹീറ്റോ ഇല്ല. അവർ മറ്റുള്ള സെലസ്റ്റിയൽ ബോഡീസിൽ നിന്നാണ് അവർ ലൈറ്റും ഹീറ്റും റിസീവ് ചെയ്യുന്നത്. ബട്ട് സ്റ്റാർസ് ആർ ജൈന്റ് സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ബേൺ themselves. Stars emit heat and light in large quantities. നമുക്ക് ആ ഫിഗറിൽ കാണാൻ സാധിക്കും സണ്ണ് നല്ലോണം കത്തിജ്വലിക്കുന്നത്. സണ്ണ് കഴിഞ്ഞാൽ നമുക്ക് 8 planets, we can see 8 planets around the sun. So നമ്മൾ ആ സോളർ സിസ്റ്റത്തിന്റെ ഫിഗർ നമ്മൾ നോക്കി. ഡു യു നോട്ടീസ് ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ? സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറെ സെലസ്റ്റിയൽ ബോഡീസിനെ നമ്മൾ കണ്ടു. വിച്ച് ആർ ദേ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അങ്ങനെ 8 പ്ലാനറ്റ്സ് ആണ് സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ 9 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു. അതിലെ 9th പ്ലാനറ്റ് ആയിരുന്നു പ്ലൂട്ടോ. പ്ലൂട്ടോ ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന ഒരു ഓർബിറ്റ് ഉണ്ട്. ഇപ്പോൾ ജൂപ്പിറ്ററിന് ഒരു ഓർബിറ്റ് ഉണ്ട്. ആ ഓർബിറ്റോട് മാത്രമേ ജൂപ്പിറ്റർ പോകാൻ പാടുള്ളൂ. മറ്റൊരു പ്ലാനറ്റിന്റെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ പ്ലൂട്ടോ വഴി മാറി സഞ്ചരിച്ചു. അതായത് അതിന്റെ ഓർബിറ്റിൽ നിന്ന് മാറി നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റിലേക്ക് പോയി. അപ്പോൾ അതിനെ എക്സ്പെൽഡ് ചെയ്താണ് ചെയ്തത്. അതിനെ ഡ്വാർഫ് പ്ലാനറ്റ് ആക്കി കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സിന്റെ എണ്ണം 8 ആണ്. അത് ഫസ്റ്റ് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. എർത്ത് 3rd പ്ലാനറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ആ പിക്ചറിൽ മാർസിനും ജൂപ്പിറ്ററിനും ഇടയിൽ ഇങ്ങനെ എന്താ കല്ലുകൾ പോലുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. ദാറ്റ് ആർ നോൺ ആസ് ആസ്ട്രോയിഡ്സ്. അതിനെക്കുറിച്ച് നമ്മുടെ പാഠത്തിൽ പറയുന്നുണ്ട്, ആ സമയമാകുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലൂട്ടോയുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഓരോ പ്ലാനറ്റ്സിനെ കുറിച്ചുണ്ട്. അതായത് മെർക്കുറിയുടെ കളർ, അതിൻ്റെ പവർ, അതിനെ എങ്ങനെ വിളിക്കുന്നു, അതിന് എത്ര ദിവസം എടുക്കും അവിടെ എത്താൻ, എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലാണ്, അടുത്ത ക്ലാസ്സിലാണ് എടുക്കുക. സോ നമ്മൾ സെലസ്റ്റിയൽ ബോഡീസ് പഠിച്ചു. ഇതാണ് സെലസ്റ്റിയൽ ബോഡീസ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. വാട്ട് ആർ ദേ കോൾഡ്? They are known as planets. The celestial bodies that rotate themselves while revolving around the sun are called planets. അപ്പോൾ ഈ 8 സെലസ്റ്റിയൽ ബോഡീസിനെ നമ്മൾ പ്ലാനറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവരെ സ്വയം റൊട്ടേറ്റ് ദംസെൽസ്, ഇവർ സ്വയം സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യാണ്. റിവോൾവ് ചെയ്യുന്നത് വഴി ഇവർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സണ്ണിന് ചുറ്റും. ഈ പ്ലാനറ്റ്സുകൾ, ഈ സെലസ്റ്റിയൽ ബോഡീസ് റൊട്ടേറ്റ് ചെയ്യാണ്. സോ ഇങ്ങനെ സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നവരെ പറയുന്ന പേരാണ് പ്ലാനറ്റ്സ്. ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ് വൈൽ റിവോൾവിംഗ്. ചുറ്റുന്നതിനിടയിൽ അവർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അറൌണ്ട് ദ സൺ. സോ ദേ ആർ നോൺ ആസ് പ്ലാനറ്റ്സ്. സോ നമ്മൾ ഓരോ പ്ലാനറ്റ്സിന്റെയും പാത്ത് നമ്മൾ ആ ഫിഗറിലൂടെ നമുക്ക് മനസ്സിലായി. ദ പാത്ത് ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ ഈസ് കോൾഡ് ഓർബിറ്റ്. ഞാൻ പറഞ്ഞു പ്ലൂട്ടോ വഴിതെറ്റി നെപ്റ്റ്യൂണിന്റെ
വഴിയിലേക്ക് പോയി. ആ കറങ്ങാൻ അവർ റൊട്ടേറ്റ് ചെയ്യുന്ന ആ സാധനത്തിന് പറയുന്നതാണ് ദ പാത്ത് ഓഫ് ദ പ്ലാനറ്റ് വിച്ച് ഹെൽപ്സ് ടു റിവോൾവ് അറൌണ്ട് ദ സൺ. ദാറ്റ് ഈസ് നോൺ ആസ് ഓർബിറ്റ്. അതിനെ പറയുന്നതാണ് എന്ത്? ഓർബിറ്റ്. ആ വഴിയെ പറയുന്നതാണ്. ഓരോ പ്ലാനറ്റിനും സണ്ണിന്റെ അവിടെ ചുറ്റാനുള്ള ഓരോ വഴിയെ പറയുന്ന പേരാണ് ഓർബിറ്റ്. ദെൻ ഇപ്പൊ നമ്മള് എർത്തിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ എർത്തിന്റെ ചുറ്റും ഒരു ഓർബിറ്റ് ഉണ്ട്, വേറൊരു ഓർബിറ്റ് ഉണ്ട്. ആ ഓർബിറ്റിൽ ആരാ കറങ്ങുക? യെസ്, മൂൺ ഈസ് ദ ഓൺലി സാറ്റലൈറ്റ്, നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. അപ്പോൾ എർത്തിന് ചുറ്റും ഒരു ഓർബിറ്റ് ഉണ്ട്. ആ ഓർബിറ്റിലെ മൂണാണ് കറങ്ങുക. മൂണാണ് നമ്മുടെ എർത്തിന്റെ ഒരേ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്. അതേപോലെ പലതരത്തിലുള്ള പ്ലാനറ്റ്സിനുണ്ട്. ഇപ്പൊ ജൂപ്പിറ്ററിനൊക്കെ 64 സാറ്റലൈറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. എർത്തിന് ഒരു സാറ്റലൈറ്റ് ഉള്ളൂ, ദാറ്റ് ഈസ് മൂൺ. സോ വാട്ട് ആർ നോൺ ആസ് സാറ്റലൈറ്റ്സ്? സാറ്റലൈറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ പ്ലാനറ്റ്സ്. അതായത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതയുള്ള സെലസ്റ്റിയൽ ബോഡീസ്. അവർ പ്ലാനറ്റ്സിന് ചുറ്റുമാണ് ചുറ്റുന്നത്. പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റുന്നു, സാറ്റലൈറ്റ്സ് പ്ലാനറ്റ്സിന് ചുറ്റുമാണ് ചുറ്റുന്നത്. സോ മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. അപ്പൊ എർത്തിന് ചുറ്റാൻ ഒരാളുണ്ട്, അതാണ് നാച്ചുറൽ സാറ്റലൈറ്റ് മൂൺ. സോ നമ്മള് ഈ പ്ലാനറ്റ്സിന്റെ പേര് പഠിക്കുമ്പോൾ സണ്ണിൽ നിന്നുള്ള ദൂരം അനുസരിച്ചായിരിക്കണം പഠിക്കേണ്ടത്. അത് ഓർഡർ അനുസരിച്ച് പഠിക്കണം. മെർക്കുറി, ഫസ്റ്റ് മെർക്കുറിയാണ് നിൽക്കുന്നത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അങ്ങനെ ഡിസ്റ്റൻസ് അനുസരിച്ച് നമ്മൾ ഓർഡറിനനുസരിച്ച് നമ്മൾ പഠിക്കണം. നമ്മുടെ എന്താ പറയുക, കെ സ്റ്റാർ സ്റ്റെല്ലേറിയം സോഷ്യൽ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഇതാണ്. നമുക്ക് എന്താ പറയുക, സോളർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന ഇതാണ്. ഇത് കെ സ്റ്റാറും സ്റ്റെല്ലേറിയം ഈ സോഫ്റ്റ്വെയർസ് ആണ് ഇതൊക്കെ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ആളെ കുറിച്ചാണ്, നിക്കോളാസ് കോപ്പർനിക്കസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ബോക്സ് എല്ലാവരും ശ്രദ്ധിക്കാം. നിക്കോളാസ് കോപ്പർനിക്കസ് 1473 to 1543 AD. സോ നിക്കോളാസ് കോപ്പർനിക്കസിന്റെ ലൈഫ് 1473 to 1543 AD. നിക്കോളാസ് കോപ്പർനിക്കസ് വാസ് എ ജിയോസയന്റിസ്റ്റ് ആൻഡ് ആസ്ട്രോണമർ ഫ്രം പോളണ്ട്. അപ്പോൾ നിക്കോളാസ് കോപ്പർനിക്കസിന്റെ പ്ലേസ് ആണ് പോളണ്ട്. സോ ഹീ ഈസ് എ ജിയോസയന്റിസ്റ്റ് ആൻഡ് ആസ്ട്രോണമർ. ജിയോസയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എർത്തിനെ കുറിച്ച്, സണ്ണിനെ കുറിച്ച്, അതായത് സോളാർ സിസ്റ്റത്തെ കുറിച്ച്, അവരുടെ പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസന്റ് എന്നീ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയും വേറെ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നവരെയാണ് ജിയോ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏൻഷ്യന്റ് ബിലീഫ് was that the earth was the center of the solar system. പഴയ കാലത്തെ ആൾക്കാർ വിചാരിച്ചിരുന്നത് എർത്ത് ആണ് സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമുക്കറിയാം സണ്ണാണ് സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ. എർത്ത് ഈസ് ജസ്റ്റ് എ മെമ്പർ ഓഫ് ദാറ്റ് ഫാമിലി. പക്ഷെ അന്നത്തെ കാലത്തെ ആൾക്കാർ വിചാരിച്ചിരുന്നത് എർത്ത് ആണ് സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് വിചാരിച്ചിരുന്നു. ബട്ട് കോപ്പർനിക്കസ് ക്വസ്റ്റ്യൻ ദിസ് ബിലീഫ്. അപ്പോൾ കോപ്പർനിക്കസ് എന്ത് ചെയ്തു? ഈ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. അതായത് എർത്തല്ല, നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എർത്തല്ല ശരിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. ബട്ട് ദേ ഡിഡ്ന്റ് ബിലീവ്. ഹി അനൗൺസ്ഡ് ടു ദ വേൾഡ് ദാറ്റ് ദ സൺ ഈസ് ദ സെന്റർ ഓഫ് ദ സോളർ സിസ്റ്റം. പക്ഷെ കോപ്പർനിക്കസ് അത് പ്രൂവ് ചെയ്തു. കോപ്പർനിക്കസ് കണ്ടുപിടിച്ചു സൺ ഈസ് ദ സെന്റർ ഓഫ് ദ സോളർ സിസ്റ്റം. സൺ ആണ് സോളർ സിസ്റ്റത്തിന്റെ സെന്റർ. എർത്ത് ഈസ് ജസ്റ്റ് എ മെമ്പർ ഓഫ് ദാറ്റ് ഫാമിലി. എർത്ത് അതിലത്തെ ഒരു അംഗമാണെന്നും കോപ്പർനിക്കസ് കണ്ടുപിടിച്ചു. അപ്പൊ ഇതാണ് കോപ്പർനിക്കസിന്റെ ഒരു സംഭാവന എന്ന് പറയാം. മറ്റുള്ള പഴയ ആൾക്കാർ വിചാരിച്ചിരുന്നവർക്ക് സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അറിയാനായിട്ടൊന്നും സാധിച്ചില്ല. അപ്പൊ എല്ലാവരും വിചാരിച്ചിരുന്നത് എർത്ത് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ കോപ്പർനിക്കസ് ശരി അവർക്ക് കാണിച്ചു കൊടുത്തു. അതായത് സണ്ണാണ് സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരെയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് കാണാം. സോ
നിങ്ങൾക്ക് ഇവിടം വരെ എടുത്ത ഇന്നത്തെ ഈ ഭാഗങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നിനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ എടുത്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ഭാഗം ഞാൻ പാർട്ട് 2 ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു, ബൈ.